അത് അച്ഛനോട് അഭിനയിച്ചത് ഏറ്റവും കൂടുതൽ ഇപ്പൊ കണ്ട ബ്രദേഴ്സ് എന്നൊരു സിനിമയാണ്. ഭയങ്കരമായിട്ട് എപ്പോഴും ആൾക്കാരെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഒരുപാട് സിനിമകൾ, കമ്പോളം, പല സിനിമകളും. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഈ ജനറേഷൻ ഗ്യാപ്പ് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യും, ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും, ഒരുപാട് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ ലോകം കണ്ടു തന്നെ ഇരിക്കുകയാണ്. നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നില്ല. അപ്പൊ ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷനാണ്, പഴയ ജനറേഷനാണെങ്കിലും ഏത് ജനറേഷനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യന്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവന്റെ മനസ്സിൽ സെന്റിമെന്റ്സും സ്നേഹവും വാത്സല്യവും വെറുപ്പും വിദ്വേഷവും ഒരുപാട് അസൂയയും എല്ലാ നല്ല ഗുണങ്ങളും മോശങ്ങളും ഉണ്ടാവും. അത് ഏത് തലമുറയിലും അതുണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു 10, 200, 300 വർഷം കഴിയുമ്പോൾ റോബോട്ടായിരിക്കും, വിതൗട്ട് എനി ഫീലിങ്സ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ്. എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത് ഈ പിന്നെ ടീനും ഒക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല ഡയറക്ടേഴ്സും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും, ഒരു റെസ്പെക്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് വലിയൊരു ഭാഗ്യമല്ലേ, അച്ഛൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക, വീടിന് മകൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക, ജിനുവിൻ്റെ മകൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കട്ടെ.